അക്ഷരപ്പൂക്കളം ചിത്തത്തിലെഴുതിയ മുഗ്ധമാം വിദ്യാലയം. അക്ഷരപ്പൂക്കളം ചിത്തത്തിലെഴുതിയ മുഗ്ധമാം വിദ്യാലയം. പുസ്തക പൊരുളായ ചിത്തിരശലഭങ്ങൾ പുസ്തകങ്ങളേകുന്ന സ്നേഹം. പോയിക്കോട്ടെ, കാണണില്ലല്ലോ ഇരുട്ടത്ത്. ഇരുട്ടത്ത് കുത്തിരിക്കണേ. അതെ, ഒന്ന് ലൈറ്റിടോ. ഞാൻ വരാനിത്തിരി വൈകിപ്പോയി. എല്ലാവരും നേരത്തെ വന്നല്ലേ. ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ ഇയാള് നമ്മളെങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? മനസ്സിലായില്ല. ഞമ്മളെ സൈനബ അതല്ലേ, ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ. അതോ ബാപ്പല്ലേ പോണത്? മൂപ്പരിവിടത്തിന്റെ റബ്ബേ, ഇതെപ്പോഴേ കാണണ്ട. അതാ പുറത്തേക്ക് പോകുന്നു. ഹാവൂ, സമാധാനായി. പോയിക്കോട്ടെ പോയിക്കോട്ടെ. എവിടെ ഇതിന്റെ സംഘാടകര്? എവിടെ? ആരാ നിങ്ങളാ? ഞമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ പാപ്പ എവിടെങ്ങാനും വരൂച്ചാല് ഞമ്മ വരൂലെന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് പാപ്പൊന്നും വരൂല, വെറും സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരൂന്ന്. അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നും പറഞ്ഞ് നടക്കുക മൂപ്പര്. എന്തിനാണോ? ഞമ്മളെ മുത്തപ്പാനെ നിക്കാഹ് കഴിച്ചതുകൊണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പുക്കാറുണ്ടാക്കിയിട്ടാണ് നമ്മള് മുത്തപ്പാനെ കെട്ടിയിരുന്നത്. ഇപ്പൊ ദേഷ്യം മുഴുവൻ എന്നോടാ. എന്താണോ, മൂപ്പരെ മുച്ചീട്ടുകളി പൊട്ടിച്ചത് നമ്മളായിരുന്നല്ലോ, അതിന്റെ ദേഷ്യം. അത് പോട്ടെ. ഇപ്പൊ നിങ്ങളെല്ലാരും നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കുന്നത്. നല്ല കുപ്പായട്ടോ. ഇത് കോഴിക്കോടങ്ങാടിയിൽ വാങ്ങിയതാ. നിങ്ങളെന്താ ചിരിക്കണ്? ഇത് നമ്മള് പെണ്ണുങ്ങള് വിശേഷം പറഞ്ഞതാട്ടോ. ഞമ്മൾ അവിടെ ഇച്ചോരുക്കുള്ളൊന്നും കിട്ടൂല കേട്ടോ. നല്ലത് എന്തേലൊക്കെ ഉടുത്തു വരണം നിന്റെ എനിക്ക്. വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ. എന്താ പറയാ, ചായമക്കാനിന്ന് ചപ്പുക്കോന്ന് ചാടിപ്പറഞ്ഞു വന്നതല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. അല്ല, ഇപ്പോൾ ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തയും സാറാമ്മയും സുഹറയും നാരായണിയും. ഇതുപോലെ ഇന്നേ വരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ല കേട്ടോ. അല്ല, അതാരും അവിടെ കുത്തിരിക്കണേ ആനമാര് രാമനായരല്ലേ? എല്ലാരും ഉണ്ടല്ലോ. പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞു. നിങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പാഞ്ഞു പിടിച്ചു വന്നത്? ആരെങ്കിലും ക്ഷണിച്ചോ നിങ്ങളൊക്കെ? ഇവിടെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ. വെറുതെ ഒന്നല്ല, ഇവരെ ക്ഷണിച്ചിട്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന്. നിങ്ങൾക്കെന്താ അപ്പഴത്തേക്ക് ഒരു നാണോ? അല്ല മുത്തപ്പ, ഇങ്ങോട്ടും വന്നോന്ന്. ഞമ്മളൊറ്റക്ക് വന്നോളന്ന് പറഞ്ഞതല്ലേ നിങ്ങളോട്. എന്തിനാ വെറുക്കന്നെ ബസിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത്? പണ്ടത്തെ മാധുര്യൊന്നല്ലാട്ടോ. എന്താ അപ്പം ബസിന്റെ ഒക്കെ ഒരു കൂലി? ബസ് കൂലി മാത്രല്ല, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇരട്ടി പൈസയായിപ്പോ. ആന്ന്, നിങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ ജീവിക്കണത്? അറിയാഞ്ഞിട്ട് ചോദിക്കാം. ഭരണ വഴിക്ക് ഞമ്മള് മുട്ടായിത്തേവിൽ ആ അറ്റത്തുള്ള ചായപ്പീടികയിലൊന്ന് കേറി. ഒരു ചായക്ക് 8 ഉറുപ്പ്യാന്ന്, പൊറോട്ടയ്ക്ക് 8 ഉറുപ്പ്യ, കോഴിക്കറിക്ക് 90. ഞമ്മളെ ചായമക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ല കേട്ടോ. അല്ല മുത്തപ്പ, ഇതെന്താ നിങ്ങള് വിട്ടിരിക്കണ്? ഓ, മുത്തപ്പ പോക്കറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ടാവൂല്ലേ? അതൊക്കെ പണ്ടേനി. ഇപ്പൊ മൂപ്പർക്ക് അമ്മാരി ബെടക്ക് ഏർപ്പാടൊന്നുമില്ല. ഞമ്മളെ കെട്ടിയതിന്റെ ശേഷം ആള് ഭയങ്കര നീറ്റാ. ആടത്തേക്ക് കുത്തിരുന്നോളിന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞമ്മളെ ചായമക്കാനിൽ പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലൊക്കെ അല്ലേ പണി. ഈ ദുനിയാവില് ആദ്യമായിട്ട് പുട്ടും കടലും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. ഞങ്ങൾ
അല്ലാതെ വേറെ ഒരു കുട്ടിനും കിട്ടൂലാട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കിന്റെ രാമനായരെ. അവിടെ നിന്ന് കടം വാങ്ങി പള്ളം നിറച്ചും തട്ടുമ്പോ അങ്ങക്ക് എന്തൊരു ഉസാറാ. ഇപ്പൊ ഇവിടെ ഉണ്ടമ്പൊരു തൊണ്ടയിൽ കുടുങ്ങിയ ചിലക്ക് കണ്ണും തുറപ്പിച്ചിരിക്കാണല്ല. പറഞ്ഞു കൊടുക്കീന് അങ്ങോട്ട്. ഭാർഗവിക്കുട്ടിയുടെ പാട്ട് ഞാൻ മുത്തപ്പ പോകുമ്പോ ഞമ്മളെ കൂട്ടണേ. മലരായി മലയായി മാറിവില്ലഴകായി മനതാരിൽ നിറയുന്ന വിദ്യാലയം. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. ഒന്നുമൊന്നും ഇമ്മിണി വല്യുന്ന എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. ഒന്നുമൊന്നും ഇമ്മിണി വല്യുന്ന എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. സ്വാതന്ത്ര്യ സമരഭൂവിൽ കരളുറപ്പോളം പൊരുതി ജയിലറ പോകി ദേശ സ്നേഹിയായൊരു സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. ബാല്യകാല സഖിയും ശബ്ദങ്ങൾ മതിലുപോലുള്ള കഥകളും പാട്ടുമാരുടെ ആദിന്റേതുകളൊക്കെ ഞങ്ങൾ കേകിയോ. മജിദ് സുഗത താനവാരി പൊൽപുരിശ് തോമയും എട്ടുതാവി മമ്മൂലങ്ങളെ എത്ര പേരുടെ കഥകള് ആഖ്യാനങ്ങളില്ലാതൊത്ത നാടൻ ഭാഷയിൽ ഏറെ നമ്മളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കരയിച്ചും കഥകളാലെ ദുനിയാവ് സുവർഗമാക്കിയ സുൽത്താൻ. ജീവിതം കഥകളായി മൊഴിഞ്ഞ സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. പാറ്റയും പഴുതാരയങ്ങനെ ജീവജാലങ്ങളാരെയും ഭൂമി തന്നവകാശിയും ഒരു പാഠമോദിയ സുൽത്താൻ. എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ. കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. എത്ര രസമായി
വായിക്കേ. കഥ മാത്രം അറിയോ?